നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പി അൻവർ ഒരു നിർണായക ഘടകം തന്നെയെന്ന് കോൺഗ്രസിന് സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. കോൺഗ്രസ് അത് എടുത്തു പറയുന്നുമുണ്ട്. എന്നാൽ അൻവർ നിർദ്ദേശിക്കുന്ന പേര് അതനുസരിച്ചായിരിക്കില്ല കോൺഗ്രസ് തീരുമാനമെടുക്കുക. കൃത്യമായും അവിടെ DCC അധ്യക്ഷനായിട്ടുള്ള ജോയ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അൻവർ കോൺഗ്രസിന് നിരുപാധികം പിന്തുണ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമൊക്കെ തൻ്റെ പേര് പറഞ്ഞെങ്കിലും അത് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അൻവർ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. കേരളത്തിൽ ഇപ്പോൾ UDF അനുകൂല സാഹചര്യമാണ്. അത് മൊത്തത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കും. 40,000 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ചേലക്കരയിൽ വരെ തവണ അവിടെ UR പ്രദീപ് വെറും 12,000 വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചത്. അവിടെ BJP അതിശക്തമായി വോട്ട് പിടിച്ചു. അതായത് ഭരണവിരുദ്ധ തരംഗം അതിശക്തമായി BJPയിൽ കൂടി പോയത് വലിയ തോതിൽ UDF പാരയായി. എന്നാൽ നിലമ്പൂരിലെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് കൃത്യമായി UDF വിലയിരുത്തൽ. BJPയുടെ സ്ഥാനാർത്ഥിയായി ലക്ഷ്മിനാഥിനെ പരിഗണിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം BJPയുടെ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹം. എന്നാൽ മലപ്പുറത്ത് നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50,000-ഓളം വോട്ടിൻ്റെ ലീഡ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20,000-ൽ കുറയാതെ ലീഡ് കഴിഞ്ഞ 2 തവണയും നേടിയെടുത്തു. എന്നാൽ നിയമസഭയിൽ മാത്രം കഴിഞ്ഞ തവണയും വലിയ രീതിയിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഉറപ്പായും ജയിക്കും എന്ന് കോൺഗ്രസ് കരുതിയിരുന്ന സീറ്റിൽ 2,000-ഓളം വോട്ടുകൾക്ക് പ്രകാശ് പരാജയപ്പെട്ടു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് നോട്ടപ്പിശകുണ്ടായിട്ടുണ്ട് എന്നുള്ളത് DCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ദേശീയ സമ്മേളനം DCC അധ്യക്ഷന്മാരുടെ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരിക്കലും DCC അധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വരുന്നത്. DCC അധ്യക്ഷന്മാർ കൃത്യമായും പാർട്ടി പദ്ധതികളെ ഏകോപിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അവരായിരിക്കണം മറ്റുള്ളവർക്ക് വഴികാട്ടിയാകേണ്ടത്. അതിന് പകരമായി അള്ളുവെക്കുകയും പരസ്പരം ഗ്രൂപ്പ് കളിച്ച് ചെളിവാരി എറിയുകയും ചെയ്യുന്ന പതിവ് ശൈലി അത് തുടരുന്ന ആരെയായിരുന്നാലും ഇമ്മീഡിയറ്റായിട്ട് ഉടൻ തന്നെ പാർട്ടിയിൽ നിന്നും പറഞ്ഞു വിടുന്ന രാഷ്ട്രീയ സാഹചര്യമായിരിക്കും. അതിൽ കൂടുതൽ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല എന്നുള്ളത് ദേശീയ കമ്മിറ്റി എടുത്ത AICC എടുത്ത തീരുമാനമാണ്. രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞതാണ്. ഖാർഗെയും അത് അതേപടി അംഗീകരിച്ച കാര്യമാണ്. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടിൻ്റെ ഒരു തനിയ ആഫ്റ്റർ എഫക്റ്റ് അത് കൃത്യമായി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. 18,840 വോട്ടുകൾക്ക് പാലക്കാട് നിന്നും രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു. തൃക്കാക്കരയിൽ 25,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് വിജയിച്ചു. 38,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചു. ഈ നിലമ്പൂരിലും റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും UDF കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ആര്യാടൻ മുഹമ്മദ് 36,000 വോട്ടിന് ജയിച്ചതാണ് നിലമ്പൂരിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം എന്നതാണ് കണക്കുകൾ.